ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ ഫിറ്റ്നസ് പുതുക്കുന്നതിനുള്ള ഫീസ് വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ തീരുമാനം ബുധനാഴ്ച മുതൽ പ്രാബല്യത്തിലായി. 200 രൂപയായിരുന്നു ഫീസ് 25,000 രൂപയാക്കി ഉയർത്തിയാണ് കേന്ദ്ര ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഈ തീരുമാനം ഏറ്റവും കൂടുതലധികം ബാധിച്ചിരിക്കുന്നത് ഓട്ടോ ടാക്സി തൊഴിലാളികളെയാണ്. നോൺ ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ ഫിറ്റ്നസ് പുതുക്കുന്നതിനുള്ള ഫീസ് വർദ്ധിപ്പിച്ചത് ഒക്ടോബറിൽ പ്രാബല്യത്തിൽ വന്നിരുന്നു. 2021 കേന്ദ്ര സർക്കാർ ഫീസ് കുത്തനെ വർദ്ധിപ്പിച്ചെങ്കിലും വാഹനയുടമകളും കാർ വിൽപ്പനക്കാരും ഹൈക്കോടതിയെ സമീപിച്ച് സ്റ്റേ വാങ്ങിയിരുന്നു. 2025 പുതിയ ഉത്തരവ് കേന്ദ്രം പുറത്തിറക്കിയതോടെ പഴയ സ്റ്റേ ഉത്തരവിന് നിയമപിന്തുണ നഷ്ടപ്പെട്ടു. 2021 വർദ്ധിപ്പിച്ചതിനേക്കാൾ കുറവോ തുല്യമോ ആണ് ഇപ്പോഴത്തെ വർധന. കേന്ദ്രം ഉയർത്തിയ ഫീസ് സംസ്ഥാനത്തിന് കുറയ്ക്കാൻ കഴിയുമെങ്കിൽ അതിന് സാധ്യത തീരെ കുറവാണ്. പുതിയ നിയമമനുസരിച്ച് ഉയർന്ന ഫിറ്റ്നസ് ഫീസുകൾക്കുള്ള കാലപ്പഴക്കം 15 വർഷത്തിൽ നിന്ന് 10 വർഷമായി മാറ്റിയിട്ടുണ്ട്. വാഹനങ്ങളുടെ പഴക്കമനുസരിച്ച് 3 വിഭാഗങ്ങളായി തിരിച്ചാണ് ഫീസ് വർദ്ധിപ്പിക്കുന്നത്. 10, 15 വർഷം, 15, 20 വർഷം, 20 വർഷത്തിൽ കൂടുതലുള്ള വാഹനങ്ങൾ എന്നിങ്ങനെയാണ് തരം തിരിച്ചിട്ടുള്ളത്. വാഹനം ഉപയോഗിക്കുന്നതിന്റെ വർഷം കൂടുമ്പോൾ ഓരോ വിഭാഗത്തിനും ഉയർന്ന ഫീസാണ് ഇനി ഈടാക്കുക. ഹെവി കൊമേഴ്ഷ്യൽ വാഹനങ്ങൾക്കാണ് ഏറ്റവും വലിയ വർധനവ് വരുത്തിയിട്ടുള്ളത്. 20 വർഷത്തിലധികം പഴക്കമുള്ള വലിയ വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് ടെസ്റ്റിനായി 25,000 രൂപ നൽകേണ്ടി വരും. നേരത്തെ ഇത് 2,500 രൂപയായിരുന്നു. ഇതേ കാലപ്പഴക്കമുള്ള മീഡിയം കൊമേഴ്ഷ്യൽ വാഹനങ്ങൾക്ക് 1,800 രൂപയ്ക്ക് പകരം 20,000 രൂപയും നൽകണം. 20 വർഷത്തിൽ കൂടുതൽ ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾക്ക് ഇനി 15,000 രൂപയും നൽകേണ്ടതുണ്ട്. മുച്ചക്ര വാഹനങ്ങൾക്ക് 7,000 രൂപയാണ് നിരക്ക്. 20 വർഷത്തിലധികം പഴക്കമുള്ള ടൂ വീലർക്ക് 600 രൂപയിൽ നിന്ന് 2,000 രൂപയായി ഉയരുകയും ചെയ്തിട്ടുണ്ട്. 15 വർഷത്തിൽ താഴെയുള്ള വാഹനങ്ങൾക്കും ഉയർന്ന ഫീസ് ഈടാക്കും. ഫിറ്റ്നസ് ടെസ്റ്റുകൾക്കായി മോട്ടോർ സൈക്കിളുകൾക്കും 400 രൂപ നൽകണം. ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾക്ക് 600 രൂപ, മീഡിയം ഹെവി കൊമേഴ്ഷ്യൽ വാഹനങ്ങൾക്ക് 1,000 രൂപയുമാണ് നൽകേണ്ടത്. റോഡുകളിൽ നിന്ന് പഴയതും സുരക്ഷിതവുമല്ലാത്ത വാഹനങ്ങൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് സർക്കാരിന്റെ പുതിയ നടപടി. പഴയ വാഹനങ്ങൾ കൂടുതൽ നിരക്കിൽ പരിപാലിക്കുന്നത് ചിലവേറിയ കാര്യമാണ്. ഇത് വാഹനോടമകളെ അവ ഉപേക്ഷിക്കാനോ പുതിയത് വാങ്ങാനോ നിർബന്ധിതരാക്കുമെന്നതാണ് ഫീസ് കുത്തനെ ഉയർത്തിയ നടപടിയിലൂടെ കേന്ദ്ര സർക്കാർ പ്രതീക്ഷിക്കുന്നത്.